പൊതുപ്പിന്റെ അടിയിൽ എന്തായിരുന്നു ജിസേൽ? പൊതുപ്പിന്റെ അടിയിൽ റിവീൽ ചെയ്യാൻ പോണ ജിസേൽ. ഞാൻ ആദ്യമായിട്ട് വലി കേട്ടത് നിങ്ങളുടെ ആദ്യമായിട്ട് വളി കേട്ടത് എന്റെ കയ്യിൽ പറയേണ്ടത്. നീ കേട്ട വാക്കാണ് വളി, നീ എന്റെ വളിയല്ല കേട്ടത്. ഇത് ട്രോൾ അടിക്കും, അന്ന് കട്ട് ഇതൊക്കെ റോളിങ്. എപ്പോഴെങ്കിലും നിങ്ങൾ കമ്മിറ്റഡ് ആകുമോ? ജിസേലിന്റെ ലോക്കറ്റിൽ ഒരു എ ഉണ്ടല്ലോ, അതെ അതെ. അത് ബാലരമ വായിച്ചിട്ടുണ്ട്. ഓ, കൊച്ചിലെ കുട്ടിച്ചാത്തൻ, ഡാക്കിനി, ഷാക്കിനി. ഈ പൊതപ്പിന്റെ ഇഷ്യൂ ഒക്കെ വന്നാൽ പുറത്തെ ആൾക്കാരെ നമ്മൾ എങ്ങനെ നാറ്റിക്കും? ഞാൻ എക്സ്പ്രസീവ് ഇല്ല. എനിക്ക് കുറെ സങ്കടമായ അകത്തുനിന്ന് ഞാൻ ചാകുവാണെങ്കിൽ ഇത് കാണിക്കാൻ പറ്റില്ല. എനിക്ക് കുറെ വിഷമം ഉണ്ടായിരുന്നു. ഏതാ? ഈ ലക്ഷ്മി ചെയ്ത കാര്യം. ആ കൈ കത്തിച്ച എവിടെ? ഇത് ഈ കൈ പൊള്ളി. ഇതിപ്പോ ഹൗസിൽ കയറി പൊള്ളിയതാ. ഷീസ് പെയ്ഡ്. അത്ര അവൾക്ക് ചങ്കുണ്ടല്ലോ, അത്ര കാശ് കൊടുക്കാൻ. അത് അവളുടെ കഴിവ്. ഇവൻ ഇല്ലായിരുന്നെങ്കിൽ I would bond with Rena. Possessive alla, but I don't like to be disrespected, and I see it as disrespect. It is not because I'm possessive. നീ എന്താ ഉദ്ദേശിക്കണത്? ഞാൻ പോട്ടെ ഇവിടുന്ന്. വീട്ടിലൊരു ജോയിന്റ് ഫാമിലി ഉണ്ടെങ്കിൽ അനീഷ് ചേട്ടന്റെ പോലെ ഒരാൾ വീട്ടിൽ വേണം. ഞാൻ എന്തോ വല്ല ഇല്ലീഗൽ സാധനമാണ് വെച്ചത്. പിന്നെ ഇങ്ങനെ ഞങ്ങൾ മരിച്ചു പിരിച്ചു കിടക്കുമായിരുന്നു. ചീത്ത വാക്കെല്ലാം അക്ബറാണ് ഇവൻ. എന്താ പഠിപ്പിച്ചത്? അത് പറഞ്ഞു പറഞ്ഞു മതിയായി. അതല്ല, അങ്ങനെ പറയത്തില്ല. ആലപ്പുഴയിൽ പൊരയിടുന്നുണ്ട്. എനിക്ക് കണ്ട് ഇവിടെ നിന്ന് പോയാ മതി. അത് ठीक है, पुरानी बात है. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert. വെൽക്കം ടു മൂവി വെൽ മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ആര്യൻ ആൻഡ് ജിസേൽ. വെൽക്കം. ആര്യൻ, വീണ്ടും നമ്മൾ ഇന്നപ്പോ ഒരു ക്യൂട്ട് ഗസ്റ്റിനെയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര ആവേശം ഉണ്ടായിരുന്നു. ജിസേൽ ആര്യൻ എപ്പോ വരും ഒരുമിച്ച്, ജിസേൽ ആര്യൻ എപ്പോ വരും. ഫൈനലി വി ഹിയർ, ഓൾ ഓഫ് us. എത്തി, നമുക്ക് തന്നെ കിട്ടി. ജിസേൽ കാണാൻ ഭയങ്കര ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. ജിസേൽ വെളിലോട്ട് പോയി. അപ്പോൾ ഇപ്പം വീണ്ടും കൊച്ചിയിലോട്ട് വന്നു. ഇഷ്ടപ്പെട്ടോ? കേരളം ഇഷ്ടപ്പെട്ടോ? ഇവിടുന്ന് പോവാണ്ടായോ? ഇവിടെ കൊച്ചിൻ കേരളം വെരി ഡിഫറെന്റ് ഫ്രം ഞാൻ ആലപ്പുഴ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൽ. സോ കൊച്ചിൻ ഇസ് മോർ ലൈക്ക് വെരി ഹിപ്പ് ആൻഡ് മെട്രോപോളിയൻ വൈബ്. പക്ഷെ ഞാൻ യൂഷ്വലി വരും ആലപ്പുഴയിൽ ഞങ്ങളുടെ അവിടെ ആണെങ്കിൽ ഗ്രാമം വൈബാണ്. ഹൗസ് ബോട്ടും അങ്ങനെയൊക്കെ. അത് ഞങ്ങളുടെ കൊച്ചു സ്ഥലമാണ്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ, ഞാൻ വീട്ടിലാണ് മോസ്റ്റ്ലി ഇരിക്കുന്നത്. എന്റെ കുഞ്ഞു മുതലാളി. ഞങ്ങളൊക്കെ അവിടെ ഇച്ചിരി നാടനാണ്, ഇവിടെ ഇച്ചിരി കൂടി മോഡേൺ ആയിട്ടാണ്. അതെ, അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്ക് നാടൻ വൈബാ. മൂന്നല്ല സാരി കിടും. എന്താ ഡ്രസ്സൊക്കെ ചെയ്യുന്ന? അവിടെ ചുരിദാർ. ഒരു വ്യത്യാസമില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ കണ്ടിട്ടുണ്ട്? നാട്ടിൽ ഇങ്ങനെ തന്നെ ഡ്രസ് ചെയ്യണം. അല്ല, വീട്ടിൽ എന്തെങ്കിലും ഡ്രസ്. അതെ അതെ അതെ. അല്ലെങ്കിൽ ചുരിദാറാണ്. പുറത്ത് പോകുമ്പോ ചുരിദാർ, പൊട്ട്, ചന്ദനം അങ്ങനെയാണ് പോകുന്നത്. ഓ, മലയാളി മങ്ക. പിന്നെ അല്ലെങ്കിൽ മമ്മി ചീത്ത പറയും. മമ്മി നല്ല സ്ട്രിക്റ്റ് ആണെന്ന് ഹൗസിൽ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. മമ്മി സ്ട്രിക്റ്റ് മമ്മിയാ? സ്വീറ്റ് മമ്മിയാട്ടാ. മുഖത്തുള്ള മുഖത്ത് നോക്കി പറയും. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ക്യാരക്ടറാണ് ജിസേലിന്റെ അമ്മ. സ്ട്രോങ് വുമൻ വൈബ് എന്ന് പറയില്ലേ? ഈസ് എ വെരി സ്ട്രോങ് വുമൻ. അതെ. അപ്പം മമ്മിക്ക് എന്താ ജിസേലിനോട് ഏറ്റവും കൂടുതൽ, ജിസേലിന് വഴക്ക് കിട്ടുന്ന എന്ത് കാര്യത്തിനാ മമ്മിയുടെ അടുത്തുനിന്ന്? രാവിലെ എഴുന്നേക്കും എല്ലാ സമയത്തിലും. ഇല്ല, അത് നമുക്ക് ഇന്ന് മനസ്സിലായി. എത്ര മണിക്ക് വരാന്നാ പറഞ്ഞത്? അങ്ങനെയല്ല, മമ്മി 3-4 മണിക്കാണ് എഴുന്നേക്കുന്നത്. അപ്പൊ മമ്മി ഓർക്കണ എന്റെ ജീവിതത്തിലെ എല്ലാ പ്രോബ്ലംസ് തുടങ്ങണം ബിക്കോസ് ഞാൻ ലേറ്റ് ആയിരുന്നു. അത്ര ലേറ്റ് അല്ല ഞാൻ എഴുന്നേക്കുന്നത്. അല്ല, പക്ഷെ ഞാനും 4 മണിക്ക് എഴുന്നേറ്റാ മമ്മി ഓർക്കും എന്റെ എല്ലാ പ്രോബ്ലംസ് സോൾവ് ആവും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാ അമ്മമാരുടെ പ്രശ്നമല്ലേ? ഈ വീട്ടിലിരിക്കുന്ന എല്ലാ അമ്മയും അച്ഛനും ഈ ഒരു കോൺസെപ്റ്റ് ആണ്. ലേറ്റ് ആയി എണീച്ചാൽ ലൈഫ് നിങ്ങൾ ചീത്തയായി, നശിച്ചു പോയി. പക്ഷേ എന്താ പറയാ, ഈ മമ്മി പറയുന്നതൊക്കെ പേടിയുണ്ടെന്ന് എനിക്ക് മമ്മി ഹൗസിൽ വന്നപ്പോഴാണ് മനസ്സിലായത്. ജിസേൽ ഇങ്ങനെ ടെൻഷൻ ഉള്ള പോലെ തോന്നി. മമ്മി ഇങ്ങനെ ദേഷ്യത്തിലാണോ അങ്ങനെയൊക്കെ കുറെ ക്യൂരിയസ് ആയ പോലെ തോന്നി ജിസേൽ, അല്ലേ? അതങ്ങനെയാണ്. ബിക്കോസ് ലൈക്ക് എനിക്കിഷ്ടമല്ല മമ്മീനെ ഹേർട്ട് ചെയ്യാൻ.
പക്ഷെ മമ്മിയുടെ മുഖം കാണുമ്പോൾ പിന്നെ മനസ്സിലാവുമ്പോൾ എനിക്ക് ഇച്ചിരി ലൈക്ക് ഐ ഗെറ്റ് വറീഡ് ആൻഡ് ഐ സ്റ്റാർട്ട് ആസ്കിങ് എന്താണ്. മമ്മി 100% സാറ്റിസ്ഫാക്ഷൻ വരത്തില്ലെന്നും എനിക്കറിയാം. അതെ. പക്ഷേ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അടുത്ത് ഇച്ചിരി എന്നെ മിസ് ചെയ്യുമായിരിക്കും. 2 മാസമായി. പക്ഷെ വന്ന ഉടനെ ഒരു ഇങ്ങനെ അഭിപ്രായം പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ സ്ട്രെസ് ആയി. അപ്പോഴും ജിസേൽ ശ്രദ്ധിച്ചത് എന്താ മമ്മിയുടെ ഐബ്രോസ് ഒക്കെ എന്താ ഇങ്ങനെ? അതെന്തായിരുന്നു അങ്ങനെ? എന്താ ഉദ്ദേശിക്കണത്? മോൾക്ക് എന്താ വേണ്ടത്? See, I wanted my mom to look proper also because ഞാനാണ് മമ്മീനെ യൂഷ്വലി ലൈക്ക് I doll her up and all that. എപ്പോഴും മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ലൈക്ക് ആര്യൻ, ജിസേലിന്റെ മലയാളം ഭയങ്കരമായിട്ട് മെച്ചപ്പെട്ടല്ലോ. എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, ഫസ്റ്റ് ഡേ വന്ന ജിസേലിനെ വെച്ച് Honestly, അടിപൊളിയാണ്. അല്ലേ? compare it with yours. No. ഞാൻ എന്നോട് കമ്പയർ ചെയ്യാനുള്ള, പക്ഷെ പൊതുവെ ജിസേലിന്റെ മലയാളം ഈ പറഞ്ഞ പോലെ വായിക്കാനായാലും ഒരു ടാസ്ക് വായിച്ചിരുന്നു വീട്ടില്. അതൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ നെറ്റ് പോയത്. ഞാൻ അയ്യോ, ജിസേല് മലയാളത്തില് നല്ലൊരു 1 സ്റ്റെപ്പ് മേളില്. മലയാളം വായിക്കാൻ അറിയോ? ബാലരമ വായിച്ചിട്ടുണ്ട് കൊച്ചിലെ. കുട്ടിച്ചാത്തൻ, ഡാക്കിനി, ഷാക്കിനി. അപ്പൊ അത് ഡാക്കിനി, ഷാക്കിനി, അത് അങ്ങനെ പറയും. കുട്ടൂസൻ ഡാഗിനി, ഷാക്കിനി. ആ, പിന്നെ ആരൊക്കെ ബാലരമയിലെ 2-3 ക്യാരക്ടേഴ്സ്? കുട്ടിച്ചാത്തൻ കുട്ടിച്ചാത്തൻ ഉണ്ട്. ലുട്ടാപ്പി ഉണ്ട്. മായാവി. ഞാൻ പിന്നെ വായിച്ചിട്ടില്ല. വേറെ ഏതാ അതിനകത്ത് ഇഷ്ടമുള്ള കഥാപാത്രങ്ങള്? ഇത്ര ഓർമ്മയൊന്നും ഇല്ല ഇപ്പം. പക്ഷെ എനിക്ക് അങ്ങനെയാണ് ഞാൻ വായിക്കാൻ തുടങ്ങിയത്. ബിക്കോസ് ഞാൻ എൻ്റെ കസിൻസിനോട് പറയുമായിരുന്നു എന്നെ വായിച്ച് കേൾപ്പിക്കുക. എല്ലാവരുടെ പുറകെ പോയി ഒരു ദിവസം മമ്മി പറഞ്ഞു, നിന്നെ ഞാൻ അക്ഷരം പഠിപ്പിക്കാം, അപ്പൊ നിനക്ക് ഇത് വായിക്കാൻ പറ്റും. അങ്ങനെ പക്ഷെ വായിക്കാൻ പറ്റിയില്ല ഇങ്ങനെയൊക്കെ. പക്ഷെ ബസ് കണ്ടാൽ എനിക്ക് വായിക്കാൻ അറിയാം. സ്ഥലപ്പേരൊക്കെ വായിക്കാൻ അറിയാം. ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള അക്ഷരം ഏതാ മലയാളത്തിൽ പ്രൊനൗൺസ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ട്? മാത്രകൾ ഇച്ചിരി കൺഫ്യൂഷൻ. മാത്ര ഹിന്ദി. മാത്ര മീൻസ് ഈ താഴത്തെ എന്താണ് പറയുന്നത് മലയാളത്തില്? ആരാ ഇപ്പൊ അക്ഷരത്തിന്റെ കാര്യമൊക്കെ എടുത്തിട്ടെ. അപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞു, 7ന്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇപ്പൊ എങ്ങനെ പോകുന്നു ലൈഫ്? For me it's amazing. അതുകൊണ്ട് ഞാൻ എലിമിനേറ്റ് ആന്നെടുത്തും എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കണ്ണിന്റെ പുറത്ത് എനിക്ക് കണ്ട് ഇവിടെ നിന്ന് പോയാ മതി, ഹൗസിൽ നിന്ന് പോയാൽ മതി. പിന്നെ ഐ വാസ് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ. ഫുഡില്ല, പിന്നെ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. Like skincare, a lot of my prescription medicines like my vitamins, my collagen adakku illarunnu. So for me to live that life, healthy juices, you know, all the white sugar. So for me it was very difficult. I was not showing it, but പുറത്ത് പോയപ്പോ ഒരു സന്തോഷം ഉണ്ടായി. അവിടെ ചപ്പാത്തി കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മളെല്ലാവരും. ഇവിടെ ആര്യനൊക്കെ കഴിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ലക്ഷ്മി പ്ലേറ്റ് എടുത്തിട്ടാ പോയത്. അതെ, ചോറ് കഴിക്കുമ്പോ അതിന് മേലെ വൈറ്റ് കൊളാജനും എന്തൊക്കെയാണ് വൈറ്റമിൻ സപ്ലിമെന്റ് കൊളാജൻ. അതെനിക്ക് കുറെ വിഷമമുണ്ടായിരുന്നു. ഏതാ ഈ ലക്ഷ്മി ചെയ്ത കാര്യം വിഷമായി അല്ലേ? ഞാൻ അവിടെ പോയിട്ട് അവളോട് ചോദിച്ചായിരുന്നു. അവൾ പറഞ്ഞു റീ എൻട്രിയിൽ അവൾ പറഞ്ഞു, നിങ്ങൾ അത് മാത്രം കണ്ടിട്ടുണ്ട്, ഞാൻ പിന്നെ അവനെ കൊടുത്തത് നിങ്ങൾ കണ്ടില്ല. കൊടുത്തായിരുന്നു നിന്നെ? തന്നില്ല. അതിപ്പോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആര്യന് വേണ്ടിട്ട് എപ്പോഴും സംസാരിക്കാനായിട്ട് ജിസേലുണ്ട് അല്ലേ? 100% എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. അതെ, ഇപ്പോഴും ഇപ്പൊ ഹൗസിന് ഇറങ്ങിയതിന് ശേഷം എങ്ങനെയാണ്? അങ്ങനെ സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അതെ, ഞങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാൻ പോയാ ചേട്ടാ എന്തിനാ അങ്ങനെ ചെയ്തത്, ഞാൻ പറഞ്ഞോളാം. ആ ഒരു മൈൻഡ് എപ്പോഴും ഒരു ഫ്രണ്ട്സിന് വേണ്ടി എന്ത് സംഭവിച്ചാലും എപ്പോഴും പുറകെ നിൽക്കുന്ന ഒരാളാണ് ജിസേൽ. ലൈക്ക് ഐ തിങ്ക് ജിസേൽ 65 days ആ വീട്ടിൽ നിന്നത് ഒരു ക്യാരക്ടറായിട്ടല്ല, ജിസേലായിട്ട് തന്നെയാണ് ആ വീട്ടിലുണ്ടായത്. ജിസേലിനെ മലയാളി ഓഡിയൻസ് ഇത്രയ്ക്കും എന്താ പറയാ സ്വീകരിക്കും, അങ്ങനെയൊക്കെ ജിസേലിന് ശരിക്കും ഉണ്ടായിരുന്നോ? ലൈക്ക് ഇവിടുത്തെ ഓഡിയൻസിന് മെയിൻലി ആളുകളെ ഇപ്പം നമ്മുടെ വേ ഓഫ് ഡ്രസ്സിങ്ങിൽ ജഡ്ജ് ചെയ്യാം, അങ്ങനെയൊക്കെ മൈൻഡിൽ ഉണ്ടായിരുന്നോ? മൈൻഡിലുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത്ര മൈൻഡ് ചെയ്തില്ല. ബിക്കോസ് എനിക്കിങ്ങനെ വേറെ വല്ലവരായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പറ്റത്തില്ലായിരുന്നു. എക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ നല്ലതാണ്, ചെയ്തില്ലെങ്കിൽ ഞാൻ തിരിച്ച് ഞാൻ എങ്ങനെയാണ് മനസ്സിലായി. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അല്ല എന്ത് ചെയ്യണം, നമുക്ക് മാറാൻ പറ്റുമോ? ലൈക്ക് യു കാൻ ചേഞ്ച് യുവർ സെൽഫ്. അറ്റ്ലീസ്റ്റ്
see, what you wear and what you eat is your personal choice. അതെ അതെ How I look is my personal choice. നിങ്ങൾക്ക് accept ചെയ്യുന്നില്ലെങ്കിൽ that's okay. Like you do not everybody will like you. ബട്ട് കേരളത്തിലെ ആളുകൾ അത്രയ്ക്ക് ജിസേലിനെ ഇഷ്ടപ്പെട്ടു. I was shocked. അതാ ഞാൻ ചോദിച്ചത്. But I think കേരളത്തിന്റെ audience ഇപ്പം progressive ആയി. എല്ലാവരും നമ്മൾ because so much education ഉണ്ട്. അപ്പോൾ എല്ലാവരും progressive ആണ്. They know what is going on in the world, and if you see Malayalis are everywhere in the world. So അവർക്ക് മനസ്സിലാവുന്നുണ്ട്. And you know the whole thing about if you wear a certain outfit you're going to be a nice girl, it's not like that. അല്ല ഒരിക്കലും അല്ല. അങ്ങനെയല്ല. പിന്നെ അങ്ങനെയല്ലല്ലോ ഞാൻ മോഡേൺ ഔട്ട്ഫിറ്റ് മാത്രം എടുത്തുള്ളൂ, അങ്ങനെയല്ല. ഞാൻ എല്ലാ വേഷം ഇടും, സാരിയും ഇടും, എല്ലാം ഇടും. അപ്പോൾ കുഴപ്പമില്ല. ബട്ട് ഒരു ഭയങ്കര വലിയൊരു ലവ് ഇവിടുന്ന് കിട്ടി. ജിസേൽ ഔട്ട് ആയതിനു ശേഷം ബിഗ് ബോസ് കാണാത്ത ആളുകൾ വരെ ഉണ്ടായിരുന്നു. ജിസേൽ ഇല്ലാണ്ട് എന്ത് BB7 എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടായിരുന്നോ? എല്ലാ കമന്റ്സ് ഇല്ല, പക്ഷെ എനിക്ക് കുറെ DMs കിട്ടിയായിരുന്നു, കുറച്ച് വായിച്ചു. ഇപ്പോൾ ഈ ഹൗസിനകത്ത് ഏറ്റവും വലിയ അലിഗേഷൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ രണ്ടാളുടെയും എതിരായിട്ടാണ്. അപ്പോൾ നമുക്കൊരു ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കുന്ന സമയത്ത് എന്തായിരിക്കും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സൈബർ അറ്റാക്സ് ഉണ്ടാവും, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് തോട്ട്സ് വരാം. അപ്പോൾ ശരിക്കും നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്തത്? ആര്യൻ ഭയങ്കരമായിട്ട് ഇമോഷണലി വീക്കായ പോലെ ദേഷ്യപ്പെട്ട പോലെ കണ്ടു. ബട്ട് ജിസേൽ അത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഹാൻഡിൽ ചെയ്തു. ജിസേൽ അങ്ങനെ കരഞ്ഞിട്ടോ അങ്ങനെ ഷൗട്ട് ചെയ്തിട്ടോ ഒന്നുമില്ലായിരുന്നു. സത്യം പറഞ്ഞ ജിസേലിന് ഇവിടുത്തെ ഓഡിയൻസിന്റെ ഒരു ധാരണ കുറച്ച് കുറവാണ്. ഷീ നോസ് ഹൗ പീപ്പിൾ ആർ ഇൻ കേരള ആർ. പക്ഷെ കറക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ലാസ്റ്റ് ഒരു 10-12 years ആയിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കൊച്ചിയിൽ. സോ ഐ നോ ഈ പൊതപ്പിന്റെ ഇഷ്യൂ ഒക്കെ വന്നാൽ പുറത്തെ ആൾക്കാരെ നമ്മളെങ്ങനെ നാറ്റിക്കും. ഐ നോ ദാറ്റ്. അപ്പൊ ഞാൻ ആക്ച്വലി അത് ഇമോഷണലി വീക്ക് ഒന്നും ആയിട്ടില്ല. ഞാൻ നല്ല ടെൻസ്ഡ് മാത്രമായുള്ളൂ. ഐ വാസ് ലിറ്റിൽ ടെൻസ്ഡ് ആൻഡ് ഐ വോണ്ടഡ് ടു നോക്കി ഞാൻ ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഞാനും ഇവളുടെ പോലെ ഇങ്ങനെ വേണമെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ച പ്രേക്ഷകർ പറഞ്ഞാൽ ഇവർ രണ്ടുപേർ തന്നെയാണ് പ്രശ്നങ്ങൾ. നമ്മുടെ ബിറ്റ്വീൻ us one person had to take the lead of being fighting, showing her emotions, crying and trying to show. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എന്താ, ബിഗ് ബോസ് ബേസിക്കലി ഹൗസ് ഒരു 80-100 ക്യാമറ ഉണ്ട്. നമ്മൾ തന്നെ ജീവിക്കണം. പക്ഷെ അതല്ലാതെ നമുക്ക് കൺവിൻസും ചെയ്യേണ്ട ആൾക്കാരെ പുറത്ത്. ഇതാണ് നമ്മള്. This is me, this is Giselle. We have to convince them, no? So when we did not do anything under the blanket, നമ്മള് എല്ലാവരും കൺവിൻസ് ചെയ്യിപ്പിക്കണം. ഇല്ലെങ്കിൽ വെറുതെ സാരില്ല, നിങ്ങൾക്ക് എന്തുവേണമെങ്കിൽ വിചാരിക്കാം, ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് മലയാളീസിന് പൊതുവെ ഇഷ്ടമല്ല. കുറച്ചുകൂടി ഡൗൺ ടു എർത്ത് ആവണം, നിൽക്കണം, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണം. പക്ഷെ ഇത് അവളുടെ ഇതാട്ടോ. That is why also we get along because he is opposite of me. അപ്പോൾ എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനേ പറ്റത്തില്ല. ഈവൻ എക്സ്പ്രസീവ് ആണ് ഞാൻ. എക്സ്പ്രസീവ് ഇല്ല. എനിക്ക് കുറെ സങ്കടമായ അകത്തുനിന്ന് ഞാൻ ചാകുവാണെങ്കിൽ കാണിക്കാൻ പറ്റത്തില്ല. ഒരു തവണ മാത്രം പറഞ്ഞില്ല എനിക്ക് പറ്റത്തില്ല ബിഗ് ബോസ് ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഒറ്റ തവണ മാത്രം. അത് കാര്യം പറയട്ടെ, അതൊരു ബിൽഡോൺ ആയിരുന്നു. എന്റെ വല്യമ്മ മരിച്ചുപോയി, അതുമായിരുന്നു. പിന്നെ അങ്ങനെ ആയി, അത് ഒരു ബിൽഡ് ഓൺ ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരു വർഷം നിങ്ങൾ മതിയായെന്ന് ഓർക്കത്തില്ലേ, അങ്ങനെ ആയിപ്പോയായിരുന്നു. ബട്ട് ദാറ്റ് വാസ് ഓൾസോ ഐ സെഡ് ലൈക്ക് I was showing my emotion, but then I can't show if I'm feeling bad for a comment a girl said. I wouldn't be bothered about that. അതെനിക്ക് അത്ര ബിക്കോസ് എനിക്കറിയാമായിരുന്നു എന്താണ് റിയാലിറ്റി എന്നുള്ളത് ജിസേലിന് അറിയാം. and if see today ഞാൻ പറയും നിങ്ങള് മോഷൻ ചെയ്ത് റൈറ്റ്. ഇഫ് ഐ ടെൽ യു ദിസ് മോഷ്ടിച്ചു, നിങ്ങൾ എന്തോ മോഷ്ടിച്ചു, നിങ്ങൾ മോഷ്ടിച്ചില്ലെങ്കിൽ നിങ്ങൾ പറയും അയ്യോ ഇല്ല, അങ്ങനെ പറയത്തില്ലോ. മേ ബി യു വിൽ സേ ദാറ്റ് നൗ യുവർ റിയാക്ഷൻ ഇസ് യുവർ റിയാക്ഷൻ. ഐ വുഡന്റ് ബോദർ ഇഫ് ഐ ഹാവ് നോട്ട് ഡൺ എനിത്തിങ്. ഐ വിൽ ബി വെരി കാം. because my reaction was not calm because I have a different perspective. അതെ, രണ്ടുപേരും ഇത്ര കോൺഫിഡന്റ്ലി പറയുന്നു ഞാൻ കണ്ടു. അപ്പൊ ഞാനും നീ കണ്ടിട്ടില്ല, അതെ അതെ ആ ഒരു മൈൻഡിൽ ഞാൻ നിൽക്കും. ഞാൻ ഓർത്ത് എനിക്ക് അവളുടെ സ്വഭാവം അറിയാമായിരുന്നു. ആക്ച്വലി that the little thing that she wanted his attention and all that. So I was like okay fine, ഇത് പുതിയ കാര്യം തുടങ്ങി. So I was like okay fine, ചെയ്തോ. നിങ്ങൾ രണ്ടാളും രണ്ട് ഓപ്പോസിറ്റ് പോൾസിൽ നിൽക്കുന്ന പോലത്തെ ചില കാര്യങ്ങൾക്ക് അങ്ങനത്തെ എനിക്കൊന്ന് പെർസ്പെക്റ്റീവ്സ് ആണെന്നല്ലേ. ഞാൻ നിങ്ങളുടെ ഇത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നൊരു ഫൈറ്റ് ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഫൈറ്റ് ഉണ്ടാക്കിയതാ. ശരിക്കും വിഷമമായിരുന്നോ? ആക്ച്വലി നമ്മൾ തമ്മിലിങ്ങനെ ഈ ഇടയ്ക്കൊക്കെ സ്മോൾ ഫൈറ്റ്സ് ഉണ്ടാവാറുണ്ട് ഈ കാര്യത്തിൽ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഈ ആ ബിഗ് ബോസ് വീട്ടിൻ്റെ ആ പ്രഷറിൽ ഇങ്ങനെ നിൽക്കുമ്പോഴല്ലോ ഇടയ്ക്ക് ഇത് വന്നിട്ട് എടാ ഇങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സംസാരിക്കും. നല്ല ശരി സാർ നമുക്ക് കട്ട് ചെയ്യാം, ഒന്നും ഇടയ്ക്കിടയ്ക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ മാത്രം ഇങ്ങനെ ഞങ്ങൾ ഇവൻ ഉറങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കും ഒരു സ്ഥലത്തിൽ. ഞാൻ ഇരിക്കും എപ്പോഴും. പക്ഷെ ആ ദിവസം ഇവൻ പറഞ്ഞു ഇരിക്കണ്ട,
ഞാൻ പറഞ്ഞു എനിക്ക് ഫ്രീ ആയിട്ടൊന്നും കാലൊക്കെ വെച്ച് സോഫ ഇല്ല നീ സൈഡിൽ അപ്പുറത്തെ പോലെ പോയി കിടക്കട്ടെ ചില്ലിട്ടാന്ന് ചോദിച്ചു. അപ്പോൾ അവളിങ്ങനെ നോക്കിയിട്ട് അവൾ പോയി. പിന്നെ അവിടെ വന്നിരുന്നു ലക്ഷ്മി സെയിം സ്ഥലത്തിരുന്നു, എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ലക്ഷ്മി ഓക്കെ ലക്ഷ്മി, ബിക്കോസ് പീപ്പിൾ ഹു ആർ our own, no, we can take them for granted and like at least for that time, no, like please leave bro, like give me some time. People we don't know, we can't just say get lost. പറയില്ല. അപ്പോൾ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അവൾ എടുത്തത്. പൊസസീവ് ആണോ ജിസേൽ? പൊസസീവ് ആണോ? Possessive alla, but I don't like to be disrespected, and I see it as disrespect. It is not because I'm possessive. It is because you're disrespecting me by telling me that you go, someone else can sit. So for me it's disrespectful. അതെ, അപ്പൊ ആ ഒരു ഇൻസൾട്ടഡ് ആയ പോലെ ഫീൽ ചെയ്യും. Insult. It was an insult. So I take it that way. ആര്യനൊരു സോറി പറയാ. ആര്യൻ സോറി അല്ലേ പറയുന്നത്, ഇടയ്ക്കൊക്കെ ഫൈറ്റ്സ് ഒക്കെ ഉണ്ടാവും തമ്മിൽ. അത് ठीक है, पुरानी बात हो गई, പഴയ കാര്യമായി കഴിഞ്ഞു. അപ്പൊ നമുക്ക് റീ എൻട്രി, ബിഗ് ബോസ് എല്ലാം പോയി, നിങ്ങളുടെ റീ എൻട്രി, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ വെയിറ്റ് ചെയ്തിരുന്ന ഫ്യൂ റീ എൻട്രീസിലൊന്നാണ് ആര്യൻ്റെത്, ജിസേലിൻ്റെത്. എന്താ ജിസേൽ ഏറ്റവും വൈകിയത് എത്താനായിട്ട്? 2 ഫ്ലൈറ്റ് മിസ്സായി. 2 തവണ മിസ്സായോ? See, first flight തനിയെ ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, the airline cancelled it. Second flight ഇവർ എന്നെ വിട്ടപ്പോൾ ലൈക്ക് 1 മണിക്ക് പറയുന്നത് 2 മണിയുടെ ഫ്ലൈറ്റ് ആണ്. അപ്പോൾ ലേറ്റ് ടിക്കറ്റ് വിട്ട്. അപ്പോൾ by the time I reached I missed. Okay. പിന്നെ I booked my own flight and I came, and by the time where we were shooting, that place is very like it's far from the airport. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ലേറ്റ് ആയി. അപ്പൊ വിചാരിച്ചിരുന്നോ ജിസേൽ എത്തൂല അങ്ങനെ കരുതിയിരുന്നോ? he didn't care. നീ എന്താ ഉദ്ദേശിക്കണത്? ഞാൻ പോട്ടെ ഇവിടുന്ന് എന്നെ ആക്കാൻ വേണ്ടി മാത്രം. I did care. I definitely did ask her. വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. So ഇവിടെ ചോദിക്കൂ, I knew you missed your flight, yes or no? First flight? Maybe first flight. അപ്പൊ എനിക്കറിയാം, ഞാൻ അപ്ഡേറ്റ് ആണ്. ഐ നോ വാട്ട് ഷീസ് ഡൂയിങ്, എവിടെയാണ് എന്താ ചെയ്യുന്നത്, എനിക്ക് എല്ലാം വല്ല മൂഡ് സ്വിംഗ് വല്ല ആയിരിക്കും തോന്നുന്നു. തൽക്കാലം എനിക്ക് ഐ നോ എവറിഥിങ്. മോർണിംഗ് എങ്ങനെ മിസ്സായി ഫ്ലൈറ്റ്, ഏത് ഫ്ലൈറ്റ് എടുത്തു, എത്ര മണിക്ക് എത്തും, എനിക്ക് കറക്റ്റ് ധാരണ ഉണ്ടായിരുന്നു എന്റെ മൈൻഡിൽ. ഇവിടെ വിചാരം നമുക്കൊന്നും അറിയില്ല. മനസ്സിലായി. ഈ ഹൗസിനകത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും ഒരു റീയൂണിയൻ സെറ്റപ്പിൽ, ജിസേലാണല്ലോ ആര്യനായാലും എല്ലാവരും പോയി മിണ്ടി സംസാരിച്ചു, അങ്ങനെ ഇരിക്കാനാണല്ലോ വന്നത്. ബട്ട് അവിടെ വന്നപ്പോഴത്തേക്ക് ഇത്രയും അടി വഴക്കൊക്കെ അവിടെ നടക്കുമെന്ന് കരുതിയിരുന്നോ? അടിവഴക്ക് ഞാൻ കണ്ടില്ല. ഞാൻ വന്ന ഉടനെ എനിക്ക് സഡൻലി വെൻ ഐ എൻറ്റർഡ് ദ ഹൗസ് ഐ ജസ്റ്റ് ഫെൽറ്റ് ടു മച്ച് ലൈറ്റ്. എനിക്കെന്തോ ഐ വാസ് നോട്ട് ഫീലിംഗ് ദാറ്റ് വൈബ് ദാറ്റ് ഐ ഹാഡ് ഏർലിയർ. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല സെക്കൻഡ് ടൈം വരുന്നത്. പിന്നെ കണ്ടപ്പോൾ ഞാനോർത്ത് ഐ തോട്ട് ഇറ്റ് വുഡ് ബി റിയലി ഫൺ, ബട്ട് ആയില്ല. പിന്നെ ആഹാരം അങ്ങനെ ഉണ്ടാക്കി കഴിക്കണം. പിന്നെ ഞാൻ എൻ്റെ കൈ കത്തിച്ചോ? അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായി. സ്റ്റിച്ച് ഇത് മറ്റേ ടാസ്കിന്റെ സ്റ്റിച്ച്. ആ കൈ കത്തിച്ച എവിടെ? ഇത് ഈ കൈ പൊള്ളി. ഇതിപ്പോ ഹൗസിൽ കയറി പൊള്ളിയതാ. അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ എനിക്ക് മതിയായി. എനിക്ക് പോകണം. ജിസേല് പോകുന്നതിന് മുമ്പായിരുന്നു, വരുന്നതിന് മുമ്പായിരുന്നു തോന്നുന്നല്ലേ ഫൈറ്റ്സ് എല്ലാം? ഞാൻ ആക്ച്വലി വന്നപ്പോ ഫൈറ്റ്സ് കുറച്ചുണ്ടായിരുന്നു, പക്ഷെ എന്റെ മോട്ടീവ് അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ലൈക്ക് ആര് എന്ത് ഫൈറ്റ് ചെയ്യുന്നു, ആര് ജയിക്കണം, അങ്ങനെ ഒന്നുമല്ല. ഇത് നമുക്കൊരു ലൈഫിൽ ഒരു റീ എൻട്രി ചെയ്യാൻ ഒരു സമയം കിട്ടി. ഇപ്പൊ നമ്മൾ ആ ഒരു പറഞ്ഞ പോലെ ആ ഒരു ടോപ്പ് 5-ലല്ല. സോ വി ഹാവ് ടു മാക്സിമം ഡു സപ്പോർട്ട് പീപ്പിൾ. ഇപ്പൊ ഷാനവാസ് ആയാലും അനു ആയാലും അനീഷ് ആയാലും എല്ലാവരും അവിടെ പോയി ഞാൻ പോയി റീയൂണൈറ്റ് ചെയ്തു, കെട്ടിപ്പിടിച്ചു, ഹഗ് ചെയ്തു. കുറച്ചും കൂടി കാര്യങ്ങൾ വീട്ടില് നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ നോർമൽ ആക്കണ്ടേ അങ്ങനെ നോർമൽ ആക്കി അവിടെ നിന്ന് വിട്ടു. ദാറ്റ്സ് ഓൾ, വെരി സിമ്പിൾ. നിങ്ങളെല്ലാവരും ജോളിയായിട്ട് വരാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ജീവിച്ചത് അങ്ങനെ തന്നെ ആയിട്ട് അവിടെ പോവാം. ഈ പറഞ്ഞ പോലെ എല്ലാവരും ഐ മെറ്റ് എവരി വൺ. ആദിനൂറായാലും ഷാനവാസ് ആയാലും ഫൈറ്റ്സ് ഉണ്ടായ എല്ലാവരോടും അതെല്ലാം പറഞ്ഞു തീർത്തു. എന്റെ കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അവർക്ക് ഉണ്ടായ സാധനം അവരും തിരിച്ചു സോറി പറഞ്ഞു, കെട്ടിപിടിച്ചു, അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഈ വിന്നറിനെ ചൂസ് ചെയ്തത് കുറെ പേര് പറയുന്നു അനീഷ് ആയിരുന്നു ഡിസേർവിംഗ് ആയിട്ടുള്ള ആള്, ടോപ്പ് 2 വരേണ്ടത് അനീഷ് ഷാനവാസ് ആയിരുന്നു. അങ്ങനെ കുറേ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഒപ്പീനിയനിൽ എങ്ങനെയാ അത്? നമ്മുടെ ഒപ്പീനിയൻ ഇവിടെ വാല്യൂ ഇല്ല. എന്ത് പറഞ്ഞാലും ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു അനീഷ് ആവേണ്ടത് അല്ലെങ്കിൽ അനുകൂലമാവേണ്ട വരുന്നത്. ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വരാൻ പോണ കമന്റ്സ് എന്തായിരിക്കും? ആര്യൻ ജലസ്, അസൂയ, അയ്യേ ജയിച്ചില്ല, പൊട്ടൻ, ഇത് അത്. അപ്പൊ ബേസിക്കലി മൈ ഒപ്പീനിയൻ ഹാസ് നോ വാല്യൂ. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ എനിക്ക് തോന്നിയ പ്ലെയർ എന്ന് പറഞ്ഞാൽ മുൻഷി ആവാം ജയിക്കേണ്ട ആള്, എനിക്ക് എന്ത് വേണമെങ്കിൽ പറയാം. പക്ഷെ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യില്ല. എന്റെ ഒപ്പീനിയൻ ഈ പറഞ്ഞ പോലെ നാട്ടുകാരും ഇല്ലെങ്കിൽ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യില്ല. ഇപ്പൊ ആരെ വിന്നറായത് അനുമോൾ, ഷീ ഈസ് ഡിസേർവിംഗ്. ദാറ്റ്സ് ഓൾ.
അല്ലാണ്ട് നമ്മുടെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാലും അവിടെ ഏറ്റവും കൂടുതൽ ഫൈറ്റ്സ് നടന്നത് PR-നെ പറ്റിയിട്ടായിരുന്നല്ലോ. ഫുൾ ഫൈറ്റ്സ് PR-നെ പറ്റിയിട്ടായിരുന്നു. ശരിക്കും ഈ റീ എൻട്രിയിൽ വന്ന കണ്ടസ്റ്റൻസ് അവിടെ വന്ന് ഈ PR-നെ പറ്റിയിട്ട് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? PR-നെ പറ്റി റീ എൻട്രിയിൽ വന്ന് മേ ബി അവർക്ക് ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും, അവരുടെ അത് എക്സ്പീരിയൻസ് ആയിരിക്കും, മേ ബി അവർക്ക് വിഷമം ഉണ്ടായിരിക്കും. പറയണമെങ്കിൽ അവർ പറഞ്ഞല്ലോ, ഒരു റിയാലിറ്റി ഷോ മീഡിയമിൽ നമ്മൾക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്. സോ ഇഫ് ദേ സെഡ് ദാറ്റ് ഇസ് ദെയർ ഇമോഷൻ അല്ലേ, നമ്മൾ ആരാണ് ജഡ്ജ് ചെയ്യാൻ? പറയാൻ ദാറ്റ് ഇസ് നത്തിങ് റോങ് ഇഫ് ദേ ഹാവ് സെഡ് സംതിങ്. ഫൈറ്റ് ചെയ്യാം, അവർക്ക് അവരുടെ രീതിക്ക് ഫൈറ്റ് ചെയ്യാം. എന്റെ മൈൻഡിൽ അതൊന്നുമല്ല ഫൈറ്റ്. ഐ ഡോണ്ട് വാണ്ട് ടു ഫൈറ്റ് ഫോർ PR, യു ഹാവ് PR, ഐ ഡോണ്ട് ഹാവ് PR, ഞാൻ തോറ്റു നീ ജയിച്ചു, ഇതിനെല്ലാം കഴിഞ്ഞു. And she has paid, if she has paid, അത്രോ അവൾക്ക് ചങ്കുണ്ടല്ലോ അത്ര കാശ് കൊടുക്കാൻ, അത് അവളുടെ കഴിവ്. So who are we to say that why did you do it? She has done it what she has thought is right for her. So good for her. യെസ്. അപ്പോൾ എന്തായാലും ബിഗ് ബോസ് ഹൗസ് എല്ലാം കഴിഞ്ഞു, ഗെയിം എല്ലാം ഓവറായി. ആൻഡ് ഇപ്പോഴത്തെ എന്താണ് ലൈഫ് അപ്ഡേറ്റ്സ്? എന്റെ ലൈഫ് അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ സീസണിന്റെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങും, കുറച്ചും കൂടി ഒന്ന് കുറെ ഉദ്ഘാടനം കാണും, കുറെ ഈ പറഞ്ഞ പോലെ ബ്രാൻഡ് കൊലാബറേഷൻസ്, കുറച്ച് വർക്ക് വാങ്ങിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ ഇങ്ങനെ ലൈം ലൈറ്റ് നിൽക്കുവാണ്. അവരുടെ ഞാൻ കണ്ടിരിക്കുന്ന ആൾക്കാര്. പക്ഷെ എനിക്ക് ഏകദേശം ഐ വിൽ ഡു ദാറ്റ് ആസ് വെൽ. ഐ നോട്ട് സെയിങ് ഞാൻ ഈ ബ്രാൻഡ്സിനോട് ചെയ്യില്ല, പക്ഷെ കുറച്ചും കൂടി ഒന്ന് സിനിമ സൈഡിലോട്ടായിരിക്കും എന്റെ ഒരു മൂവ്മെന്റ്. You will see more of me in മൂവി സൈഡ്, മൂവി ബിസിനസ്സസ് എല്ലാം. എൻ്റെ ഒരു ആഗ്രഹമാണ് എല്ലാ ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്യാനും, അതുപോലെ ഒന്ന് സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കാനും, ഒന്ന് ക്യാരക്ടേഴ്സ് കണ്ടുപിടിക്കാനും. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ വിൽ ഡെഫിനറ്റ്ലി ഡു മോർ ക്വാളിറ്റി വർക്ക് ദെൻ ക്വാണ്ടിറ്റി വർക്ക്. മനസ്സിലായി. ക്വാളിറ്റി ഐ പ്രിഫർ ക്വാളിറ്റി ഓർ ക്വാണ്ടിറ്റി. എല്ലാ ചാപ്പ ചവറ എല്ലാം അങ്ങനെ ചെയ്യണ്ട. കുറച്ചും കൂടി ഒന്ന് എന്റെ ഒരു ക്ലാസ് ജാടേ തോന്നുന്നത് സ്ട്രാറ്റജി. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഐ വാണ്ട് ടു ഡു സംതിങ് മോർ ഡിഫറെന്റ് ഫ്രം അതർ പീപ്പിൾ. കുറച്ചുകൂടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പോൾ ഒരു ബ്രാൻഡ് പിടിച്ചാലും അതിനൊരു ക്വാളിറ്റി ഉണ്ടാവും. ആ ക്വാളിറ്റിയിൽ ഐ വിൽ സ്റ്റാൻഡ്. ജിസേലിന് ഇവിടെ മലയാളം മൂവീസ് ചെയ്യാനോ അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വന്നോ ആഫ്റ്റർ ബിഗ് ബോസ്? കിട്ടിയ I would do it. My mother would love it. But yeah, like I go with the flow. I mean, എനിക്ക് കിട്ടിയാൽ നല്ലതാണ്. ഞാനിപ്പം പുറത്ത് വന്നിട്ട് അങ്ങനെ അഗ്രസീവ് ആയിട്ട് ട്രൈ ഒന്നും ചെയ്യുന്നില്ല. ബട്ട് ഐ എം ജസ്റ്റ് ഞാൻ ലൈക്ക് ഐ എം ട്രൈങ് ടു സ്പെൻഡ് മോർ ടൈം ഇൻ കേരള. ജിസേലിന് ഇപ്പോൾ ആര്യനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കിട്ടിയ ഒരു കുറച്ച് ബെസ്റ്റ് പീപ്പിൾ ഇൻ യുവർ ലൈഫ് ആരൊക്കെ ആയിരിക്കും? I really got along with Rena. I really like her vibe. Rena is like even illarnengi like I would bond with Rena the most. And even de pattiyum parayananengi Rena enikku ishtamanu. She understands my feelings. അങ്ങനെയാണ്. ആ നേരത്തും ഞാൻ ഈ പൊസസീവ് ആയ ആ കാര്യം അനീഷ് ചേട്ടനോട് പറഞ്ഞപ്പോൾ അനീഷ് ചേട്ടൻ ഈ വേർഡ് ആണ് ഇട്ടത്, പൊസസീവ്. ഇഫ് റെന ആയിരുന്നെങ്കിൽ അങ്ങനെ ഷി വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് എക്സാക്ട്ലി ഐ ആം ഫീലിംഗ്. അതെ അതെ അതെ, അത് ആര്യന് മനസ്സിലായില്ല. അത് അത് ലൈക്ക് അനീഷേട്ടനായിട്ടും നല്ലൊരു ബോണ്ടാണ്. അതൊരു ബോണ്ടുണ്ട്. ഐ റിയലി റെസ്പെക്ട് ഹിം. ആൻഡ് ഐ ഡോണ്ട് നോ, somehow അനീഷ് ചേട്ടൻ റിമൈൻഡ്സ് മീ ഓഫ് വൺ ഓഫ് മൈ റിലേറ്റീവ്. സോ ഐ ഓൾവേസ് ആ ഒരു ഫീല് വരും അല്ലേ? ഇങ്ങനെ ഒരു വീട്ടിലൊരു ജോയിന്റ് ഫാമിലി ഉണ്ടെങ്കിൽ അനീഷ് ചേട്ടന്റെ പോലെ ഒരാൾ വീട്ടിൽ വേണം. അത് എനിക്ക് ഇഷ്ടമാണ്. ലൈക്ക് ഐ ഫീൽ ലൈക്ക് ഹീസ് എ പാർട്ട് ഓഫ് മൈ ഫാമിലി. അതെ. അപ്പൊ അനീഷേട്ടനൊക്കെ ആദ്യം വന്നപ്പോഴത്തേക്ക് വേറൊരാളായിരുന്നല്ലോ. ദെൻ ഇങ്ങനെ പോയി വന്നപ്പോഴാണല്ലോ നിങ്ങളായിട്ടൊക്കെ കൂടുതൽ അറ്റാച്ച്ഡ് ആയത് അല്ലെ? എനിക്കൊന്ന് ആ സമയത്ത് പക്ഷെ അനീഷേട്ടനെ പോലും അങ്ങനെ ഒന്നും മോശം പറയാതിരുന്നത് ജിസയിലാണെന്ന് തോന്നുന്നു. ഞാനായിരുന്നു. ബിക്കോസ് ഹി വാസ് നോട്ട് എ ബാഡ് പേഴ്സൺ. ദാറ്റ് വാസ് ഹിസ് സ്ട്രാറ്റജി. യു ക്യാൻ ടെൽ അതൊരു സ്ട്രാറ്റജി ആയിരുന്നു. ലൈക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ പറയണം, ലൈക്ക് യു ഹാവ് ടു ബി എല്ലാവരും വഴക്കിടണം. ദാറ്റ് വാസ് ഹിസ് സ്ട്രാറ്റജി. ബട്ട് ഡീപ് ഡൗൺ ഹി ഈസ് എ ബ്യൂട്ടിഫുൾ പേഴ്സൺ. അതെ. ഇപ്പോൾ ഈ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ബിഗ് ബോസിൽ വന്നിട്ട് ഉള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പോലും നമുക്ക് ഫീൽ ചെയ്യാറില്ല. ഭയങ്കര ഒരു ബോണ്ട്. ശരിക്കും പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് ബിഗ് ബോസിൽ വന്നിട്ട് ഇത്ര ഒരു ബോണ്ട് ഫസ്റ്റ് ഡേ സംസാരിച്ചപ്പോൾ തന്നെ തോന്നിയോ? ഫസ്റ്റ് ഡേ നിങ്ങൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ അവരെല്ലാവരും കൂടെ പറയുന്നുണ്ടായിരുന്നു നിങ്ങളിരിക്കുന്ന ആ കൗച്ച് കാണുമ്പോഴത്തേക്ക് ഹിന്ദി ബിഗ് ബോസിൽ എത്തിയ പോലെ തോന്നുന്നു എന്നൊക്കെ. ശരിക്കും ആ ഒരു ഫസ്റ്റ് കോൺവെർസേഷനിൽ തന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് ഫോം ചെയ്തിരുന്നോ? ആക്ച്വലി ഫസ്റ്റ് മന്ത് 30 days, ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് നമ്മൾ തമ്മിലൊരു സംസാരം ഉണ്ടായിരുന്നു. എവിടെയാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇംഗ്ലീഷ് പറയും. നമ്മൾ ഈ ഇംഗ്ലീഷും ഹിന്ദി ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ വരുമ്പോൾ നമ്മൾ തമ്മിൽ വി കൻ ടെൽ മോർ തിങ്സ്. ചില സാധനങ്ങൾ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ റെസ്ട്രിക്റ്റീവ് ആണ്. ഇപ്പം ലാംഗ്വേജ് കുറച്ചും കൂടി ഈസിയായ കാരണം നമ്മൾ അവിടെ നിന്നും കുറച്ചും വി വർ മോർ ബെറ്റർ. പിന്നെ ഫുഡിന്റെ കാര്യത്തിലായാലും എനിക്ക് ഇഷ്ടമുള്ള സെയിം ഫുഡാണ് ജിസയിലെ ഒരു സെയിം യുനോ ഹർ ലൈക്കിംഗ് ടുവേർഡ്സ് ഫുഡ്. അപ്പോൾ ഇതെല്ലാം കോമൺലി വരാൻ തുടങ്ങിയപ്പോൾ
ഒരു മാസം നല്ല ബോണ്ടായിരുന്നു. ലൈക്ക് വി ജസ്റ്റ് സ്റ്റാർട്ടഡ് ടോക്കിംഗ് ആസ് ഫ്രണ്ട്സ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ബിക്കേം വെരി ക്ലോസ് ആസ് ഫ്രണ്ട്സ്. ലൈക്ക് വി കുഡ് എല്ലാം നമുക്ക് ഷെയർ ചെയ്യായിരുന്നു. രാത്രി ആവുമ്പോൾ നമ്മൾ എല്ലാം സംസാരിക്കും, എല്ലാം ഷെയർ ചെയ്യും, ഇങ്ങോട്ടുള്ള കുറ്റവും പറയും. നമുക്ക് പ്രഷർ കുക്കർ പോലെ അല്ല ആ വീട്. സോ ഐ ഫീൽ that's when we became like yeah, but for me it was an instant connection undarnu like the first time I saw because and also like we were on the same bed and all that so it was not in a പൊതുപ്പിന്റെ അടിയിൽ എന്തായിരുന്നു ജിസേൽ, പൊതുപ്പിന്റെ അടിയിൽ റിവീൽ ചെയ്യാൻ പോണ ജിസേൽ. not in a wrong way but like I had that bonding with him, you know, where like when I met him it was like okay, വെരി കാഷ്വൽ മൈൻഡ് സെറ്റ്. I'll tell you. ഫസ്റ്റ് ഡേ വന്നു, 22-23 പേരുണ്ട്, ബെഡ് കുറവാണ്. എന്റെ ബെഡിൽ ആരുമില്ല സൈഡിൽ. ഒരാൾ ഞാൻ ഐ തിങ്ക് സരിക ചേച്ചി ആൻഡ് ഷീ ഡസന്റ് ഹാവ് ബെഡ്. ആദ്യം വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ കുത്തി കയറി ബെഡിൽ ചാടി ലൈക് മങ്കീസ്, ഇത് എന്റെ ബെഡ്, ഇത് എന്റെ ബെഡ്, മങ്കീസ് എന്നൊക്കെ. അല്ല ഇങ്ങനെ ചാടി ഇങ്ങനെ പിടിക്കത്തില്ലേ. അപ്പൊ ഞാൻ ഇച്ചിരി പതുക്കെ പതുക്കെ നടന്നു പോയപ്പോ ബെഡില്ലായിരുന്നു. സരിക ചേച്ചിക്കും ഇല്ലായിരുന്നു. സരിക ചേച്ചി രേണു പറഞ്ഞ് എന്റെ കൂടെ വാ, അവർക്ക് ഇച്ചിരി അറിയാം. അപ്പൊ ലാസ്റ്റ് ബെഡ് റിമൈനിങ് എന്റെ മാത്രം ആൻഡ് ആള് ബാക്കി ജിസൈൽ. അപ്പൊ ഞാൻ പറഞ്ഞു ജിസൈൽ പ്ലീസ് ഡോണ്ട് വറി, കൂടെ കിടക്കാം, ഒരു പ്രശ്നമില്ല, നോ വറി. ഐ ഡോണ്ട് വാണ്ട് തിങ്ക് ഈ പ്രേക്ഷകർ എന്ത് ചിന്തിക്കും. പ്രേക്ഷകരൊന്നും ചിന്തിച്ചിട്ടില്ല. എനിക്കൊരു കുഴപ്പമില്ല. അല്ല ഞങ്ങളിങ്ങനെ ഇറ്റ് വാസ് എ ഡബിൾ ബെഡ്, ട്വിൻ ബെഡ് ആയിരുന്നു. അങ്ങനെ അല്ലായിരുന്നു, ഒരു സിംഗിൾ അല്ലായിരുന്നു, ഡബിൾ ബെഡ് ആണ്. 2 മാട്രസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളൊരു അകത്ത് ഈ റീകളുടെ ഒരു തലാണ വെച്ചിട്ട് ഒരു ബെഡ് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഞങ്ങൾ മരിച്ചു പിരിച്ച് കിടക്കുമായിരുന്നു. മരിച്ചു ലൈക്ക് ഇപ്പുറത്ത് അപ്പുറത്ത് കിടക്കുമായിരുന്നു. തിരിഞ്ഞു മറിഞ്ഞു കിടക്കാം. തിരിഞ്ഞു മറിഞ്ഞു. അപ്പൊ ബിഗ് ബോസ് തന്നെ ആ ഒരു ബെഡ് ഉണ്ടാക്കിയിരിക്കുന്നത് 2 പേർക്ക് വേണ്ടി. അപ്പൊ നമ്മൾ അങ്ങനെ പുറത്തുനിന്ന് വിചാരിക്കും പ്രേക്ഷകർ ഇതൊന്നും ഇല്ല മൈൻഡ്. നമ്മുടെ ഗേൾ ആൻഡ് ബോയ് ടാസ്ക് ഒക്കെ ചെയ്ത് ക്ഷീണിച്ച്, ആഹാരമില്ലായിരുന്നു, മോയ്സ്ചറൈസർ ഇല്ലായിരുന്നു, ഒന്ന് ഓർത്ത് എന്താണെന്ന് കഷ്ടപ്പെട്ടായിരുന്നു ഉറങ്ങിയത്. അങ്ങനെ ഉറങ്ങുമ്പോ എപ്പം 1 മാസം പോയെന്ന് മനസ്സിലായ പോലെ ഇല്ല. ജിസേല് ശരിക്കും ആ ഫേസിൽ അന്ന് തേച്ചത് ഫൗണ്ടേഷൻ ആണോ അല്ലായിരുന്നു പൊട്ടറ്റോ ആണോ? ഇല്ല, അത് പൊട്ടറ്റോ ആയിരുന്നു. ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു, നോണ പറയത്തില്ല. ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു, പക്ഷെ ഫൗണ്ടേഷൻ ഇല്ലായിരുന്നു. നോണ എന്തിനാ പറയണേ, ഇപ്പൊ വേണമെങ്കിൽ അല്ലേലും പറയാം. ഫൗണ്ടേഷൻ ഇല്ലായിരുന്നു, ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. പിന്നെ അത് ബിഗ് ബോസ് എല്ലാം എടുത്തായിരുന്നല്ലോ. ആ ലിപ്സ്റ്റിക് കാണാതെ പോയി. അത് പിന്നെ ആദിലാടെ അവിടെ ആയിരുന്നു. അങ്ങനെയായിരുന്നു. ഒരു ലിപ്സ്റ്റിക് ഉണ്ടായ എല്ലാ പെണ്ണുങ്ങൾമാര് തേക്കും, പെണ്ണുങ്ങൾ തേക്കും അല്ലേ, എല്ലാവരും തേക്കും. അനുമോളും തേക്കുമായിരുന്നു. അനുമോൾക്കും കൊടുക്കുമായിരുന്നോ? എല്ലാവരും യൂസ് ചെയ്യും. എന്നിട്ടാണ് അനുമോള് പറഞ്ഞത് അതല്ലേ, എല്ലാവരും യൂസ് ചെയ്യുമായിരുന്നു. അടിപൊളി. പക്ഷെ ഫൗണ്ടേഷൻ ഇല്ലായിരുന്നു, ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു, പെർഫ്യൂം ഉണ്ടായിരുന്നു, സൺസ്ക്രീൻ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നല്ലോ. അത് എടുത്ത് അവര് നിങ്ങളെ കാണിച്ചു. ഇനി എന്താണെന്ന് തോന്നാ പറയണേ. ഉണ്ടായിരുന്നു എന്താ, ഞാൻ എന്തോ വല്ല ഇല്ലീഗൽ സാധനമാണ് വെച്ചത്. പിന്നെ എന്താണ് ബിഗ് ബോസ് ഇത് ലിപ്സ്റ്റിക് അടിച്ചു മാറ്റിയുള്ളൂ. അതെ, ജിസേൽ ചില വാക്കുകൾ പറഞ്ഞ കേൾക്കാൻ നല്ല രസം. എനിക്ക് പറ്റത്തില്ല, പിന്നെ അങ്ങനെ കുറെ വാക്കുകൾ ഉണ്ടല്ലോ. പറ്റത്തില്ല നമ്മൾ പറയാൻ നോർമലാണ്, പക്ഷെ ജിസേൽ പറയുമ്പോ അത് കുറച്ചുകൂടെ ഡിഫറെന്റ് ആ കേൾക്കാനായിട്ട്. എനിക്ക് പറ്റത്തില്ല. ഇല്ല ജിസേൽ, അത് ക്യൂട്ടാണ്. ലാലേട്ടൻ വരുമ്പോഴാണ് ജിസേൽ ഏറ്റവും ക്യൂട്ടായിട്ട് സ്ക്രീനിൽ വരുന്നത്. അതെന്താ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അത്രയും ക്യൂട്ട്നെസ് വരുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെയല്ല, എനിക്കും ചോദിക്കാനുള്ളത് വാട്ട് ഈസ് ദ റീസൺ? ബിക്കോസ് മേ ബി യു ലൈക്ക് ഹിം എ ലോട്ട്, നോ ലൈക്ക് ആസ് ഒരു ഗോഡ് ഫിഗർ ആണ്, ഒരു ഫാദർ ഫിഗർ ആണ്. അങ്ങനെ ഒരു ലാലേട്ടൻ we all like him and love him. So അന്ന് കട്ടിയാണല്ലേ. അപ്പൊ ഈ ലാലേട്ടൻ വന്നിട്ട് എപ്പിസോഡിൽ എനിക്കൊന്ന് ജിസേലിനെ എല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് മറ്റേ ചങ്ക് പൊട്ടി എന്ന് പറയുന്ന ഡയലോഗ് വന്നപ്പോഴാ. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അകത്ത് എന്നാ ശ്രദ്ധിച്ചല്ലേ, എന്നാ ചെയ്യാനാന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നേക്കാം. ഈ ചങ്ക് പൊട്ടി എന്നുള്ളതൊക്കെ ഇതൊക്കെ എവിടുന്ന് വന്ന സാധനം? ഇത് എന്റെ അമ്മൂമ്മ പറയായിരുന്നു. എന്റെ അമ്മൂമ്മ ഇങ്ങനെ, അമ്മൂമ്മയുടെ ഞാൻ കൊച്ചിലെ വരുമ്പോ 1 മാസം അമ്മൂമ്മയുടെ കൂടെ ആയിരുന്നു എന്റെ ഏറ്റവും. അമ്മൂമ്മയുടെ ഫ്രണ്ട്സ് എല്ലാവരുടെ കൂടെ ഞാൻ ഇരിക്കുമായിരുന്നു. അപ്പൊ ഈ ഉള്ള മലയാളം പഠിച്ചത് അമ്മൂമ്മയുടെ കേട്ടിട്ടാണ്. അപ്പൊ അമ്മൂമ്മ പറയുമായിരുന്നു,
അടി എന്റെ ചങ്ക് പൊട്ടിയിടി. അപ്പൊ ഞാൻ അങ്ങനെ അമ്മ മുറുക്കാനും മുറുക്കുമായിരുന്നു. അപ്പൊ പിന്നെ മറ്റേ കണ്ടിച്ചതോ എന്തായിരുന്നു കണ്ടിച്ചതിന്റെ മെയിൻ വേർഡ് വെജിറ്റബിൾസ് കണ്ടിച്ച് താ കണ്ടിച്ച് അങ്ങനെ ചില സ്ഥലത്ത് പറയാറുണ്ട്. ആണോ കണ്ടിച്ചതാണ് അങ്ങനെ പറയണല്ലേ. അങ്ങോട്ട് ആലപ്പുഴ ആ സൈഡിലൊക്കെ പറയാറുണ്ട്. ആലപ്പുഴയില് കൊറേ ഡിഫറെന്റ് മലയാളമാണ്. വേറെ എന്തൊക്കെയാ ഡിഫറെന്റ് മലയാളം ഇതേപോലെ? വലിയല്ല പറയണത്, വലിയിടും. വളിയിടുന്നോ നിങ്ങള് പറഞ്ഞ അതല്ല. അതെന്ത് മലയാളോ ഞാനൊന്നല്ല അതല്ല, അങ്ങനെ പറയത്തില്ല. ആലപ്പുഴയില് പൊരയിടുന്നുണ്ട്. ഇതൊക്കെയാണ് എന്റെ അമ്മ ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത്. വളിയല്ല പോറിയാണ്. ആണ്, നിങ്ങളത് പറയുമ്പോ എനിക്ക് മനസ്സിലായില്ല. നമുക്ക് രണ്ടുപേരും ഇവരൊരു കാര്യം ചെയ്തപ്പോ എനിക്ക് മനസ്സിലായില്ല ഇത് വലി എന്നതാണ്. ആലപ്പുഴയിൽ എങ്ങനെയാ? ആലപ്പുഴയില് വളിയല്ല പോറിയാണ്. പറ ആണ്, നീ ഒന്നുകൂടി പറയണ്ട. കുഴപ്പമില്ല, നല്ലതാ. ഞാൻ ആദ്യമായിട്ട് വലി കേട്ടത് നിങ്ങളുടെ നീ ആദ്യമായിട്ട് വളി കേട്ടത് എന്റെ കയ്യിൽ പറയേണ്ടത്. നമ്മൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ സംസാരിച്ച് നീ കേട്ട വാക്കാണ് വളി. നീ എന്റെ വളിയല്ല കേട്ടത്. നശിപ്പിച്ചു ഇന്റർവ്യൂ. പറഞ്ഞു മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ല. ആ വളി എന്ന് പറഞ്ഞ വാക്ക് കേട്ടത് ഫസ്റ്റ് നിങ്ങളെ ഞാൻ കേട്ടത് അല്ല. അങ്ങനെയാണോ ഓർത്തത്? ആദ്യമായിട്ട് കേട്ടത് ആര്യന്റെ അടുത്തുനിന്നാണോ? കേട്ടില്ല, അത് ചിലപ്പോൾ സൈലന്റ് ആയിരിക്കും. അങ്ങനെയല്ല പറയേണ്ടത്, അതുമല്ല പറയേണ്ടത്. മനസ്സിലാക്കി താരെങ്കിലും ആര്യന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ഞങ്ങളുടെ ആലപ്പുഴയില ഈ വേർഡേ ഇല്ല, ഈ വാക്കേ ഇല്ല. ഇല്ലേ? എനിക്ക് ആലപ്പുഴക്കാർ അവരൊക്കെ അറിയാലോ. ഇല്ല, അവർക്ക് അറിയത്തില്ല. മാത്രം അറിയത്തില്ല. പൊരി ആണ് ആണല്ലേ? ആണ്, നിങ്ങൾക്ക് അറിയത്തില്ല. ഇത് ചെലപ്പം ഞങ്ങളുടെ ഗ്രാമത്തിന്റെ ഇന്റർവ്യൂ എടുക്കോ? ഇതൊക്കെ റോളിങ്. അയ്യോ, നല്ലതാ, അത് കുഴപ്പമൊന്നുമില്ല. മനുഷ്യരല്ലേ, ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കും. എന്നാലും എന്റെ ആര്യ ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. മുംബൈയിൽ നിന്ന് കേരളത്തിലോട്ട് ഒരാൾ വരുമ്പോ ഇങ്ങനെയാണോ സ്വീകരിക്കുന്നത്? എന്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം. അയ്യോ, ഇതിന് ആരൊക്കെ പഠിപ്പിച്ചത്? ഞാനല്ലാട്ടാ. എന്റെ ദൈവമേ, ഞാൻ അങ്ങനെ പഠിപ്പിച്ചിട്ടേ ഇല്ല. പഠിപ്പിക്കാനല്ല പഠിപ്പിച്ചത്, പക്ഷെ അവൻ പറഞ്ഞപ്പോ ഞാൻ പഠിപ്പിച്ചു പോയി. പഠിച്ചു വേറെന്തൊക്കെയാ ആര്യം പഠിപ്പിച്ചു തന്നിട്ടുള്ള വാക്കുകള്? ഇങ്ങനെ ഓർത്താ കൊറേ വേർഡ്സ് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇവന്റെ വായില്. പൊതുവേ അത് നല്ല, അത് പൊതുവേ കേൾക്കാറുണ്ടെന്നായിരിക്കും. ചീത്ത വാക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു തന്നോ? ചീത്ത വാക്കെല്ലാം അക്ബറാണ് ഇവൻ. എന്താ പഠിപ്പിച്ചത്? അത് പറഞ്ഞു മതിയായി, ആ തെരകൾ പറയണ്ട. ഞാൻ വെച്ചിപ്പോ പറയുന്നു. അടിപൊളി. ജിസേലിന്റെ മലയാളം ശരിക്കും പറഞ്ഞാൽ കേൾക്കാൻ ഒരു പ്രത്യേക ഒരു രസമായിട്ടുണ്ട്. നമുക്ക് ജിസേലിനെ കൊണ്ട് കുറച്ച് മലയാളം ഡയലോഗ്സ് പറയിപ്പിച്ചാലോ? ഫസ്റ്റ് ഡയലോഗാണേ. ആര്യൻ കേൾക്കുന്നുണ്ടോ? ആദ്യത്തെ ഇതാണേ. നെട്ടൂരാനോടാണോടാ നിന്റെ കളി. ഇത് ഇവനെ പറയാൻ പറ്റത്തില്ല. പറഞ്ഞു. നെട്ടൂരാനോടാണോടാ നിന്റെ കളി. നെട്ടൂരാണോടാ നിന്റെ കളി. ഓക്കെ, അടിപൊളി. നെട്ടൂരാനോടാണോടാ ഇങ്ങനെ ഒരു വേർഡ്. നെട്ടൂരാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സന്റെ പേരാണ്. മോഹൻലാലിന്റെ ഒരു മൂവിയിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഡയലോഗാ. അപ്പോൾ ആ ക്യാരക്ടറിന്റെ പേരാണ് നെട്ടൂരാൻ. അപ്പൊ അവര് ചോദിക്കുകയാണ്, ആർ യു പ്ലേയിങ് വിത്ത് നെട്ടൂരാൻ? നെട്ടൂരാനോടാണോടാ നിന്റെ കളി. നിന്റെ കളി. അഞ്ചെണ്ണം പറയിപ്പിക്കാം. പറയാൻ അറിയാപ്പോ. ആന അലറലോട് അലറൽ. ആന അലറലോട് അലറൽ. പട്ടു പച്ച ചക്ക. പത്തു പച്ച ചക്ക. സോറി, 10 പച്ചച്ചക്ക. ഇല്ല, മലയാളമായിരുന്നു. സോറി. മൂന്നാമത്തെ, വണ്ടി കുന്നു കയറി, കുന്നു വണ്ടി കയറി.
വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി. ഈസി. ഇതാര് തച്ച സഞ്ചി, ഇത് ചന്ദ്രൻ ചന്തയിൽ തച്ച സഞ്ചി. ഇതാര് സഞ്ചി, ഇത് ചന്ദ്രന് ചന്തി സഞ്ചി. അല്ല, ഇതാര് തച്ച സഞ്ചി, തച്ച് മീൻസ് തയ്ച്ചത്. തയ്ച്ചത്. ഇതാര് തച്ച സഞ്ചി, ഇത് ചന്ദ്രൻ ചന്തയിൽ തച്ച സഞ്ചി. ഇതാര് തച്ച് സഞ്ചി, ഇത് ചന്ദ്രൻ ചന്ദ്രയിൽ തച്ച് സഞ്ചി. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ഏറ്റവും വലിയ എല്ലാവരുടെയും ഡൗട്ട്, ആര്യൻ ജിസേൽ ഫ്രണ്ട്ഷിപ്പ് അതൊരു ലവ് റിലേഷൻഷിപ്പ് ആകുമോ എന്നുള്ളതാ. എപ്പോഴെങ്കിലും നിങ്ങൾ കമ്മിറ്റഡ് ആകുമോ? അങ്ങനെ വെച്ചാൽ നമ്മളിങ്ങനെ ഡിസൈഡ് ഒന്നും ചെയ്തിട്ടില്ല. നോട്ട് ലൈക്ക് വി ഡോണ്ട് നമ്മൾ ഗോ വിത്ത് ദ ഫ്ലോ ആണ് ബേസിക്കലി. നമുക്ക് ഇങ്ങനെ ലവ് ആയി ബട്ട് നിങ്ങൾ രണ്ടാളും നല്ല പേരാണ് കാണാൻ. താങ്ക് യു സോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പിന്നെ റീൽസ് കാണാറുണ്ട്. ജിസിയാൻ എന്ന് പറഞ്ഞ കുറെ ഗ്രൂപ്പ്സ് ഉണ്ട്. അവരെ നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മളങ്ങനെ ഡിസൈഡ് ഒന്നും ചെയ്തിട്ടില്ല. വി ജസ്റ്റ് ജിസേലിന്റെ ലോക്കറ്റിൽ ഒരു എ ഉണ്ടല്ലോ, അതേതേയാ? അത് ഫാദറിന്റെ പേരായിരുന്നു. ഡാഡിന്റെ ആണ്, അശോക്. അശോകാണ് ഫാദറിന്റെ പേര്. അതിന്റെ ഒരു എ ആണ് ലോക്കറ്റ്. അതൊന്ന് പറയാനായിട്ട് ഇത്തിരി ടൈം എടുത്തു. നിങ്ങൾ കണ്ടില്ല? വീട്ടിനകത്ത് വീട്ടിന്റെ അകത്തുണ്ടോ? എപ്പോഴും ആ ഏരിയയിൽ ലോക്കറ്റ് ഇടും. ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഒരു AK എന്ന് പറഞ്ഞ ടാറ്റവും ഉണ്ട്. അപ്പൊ അതും ആര്യനാണ്. 10 വർഷമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അനീഷായിട്ട് കൂടുതലും കണക്റ്റഡ് ആയിട്ടുള്ള ആളാണല്ലോ ജിസേല്. ലൈക്ക് കമ്പാരിറ്റീവ്ലി അനുമോളെക്കാളും കുറച്ചുകൂടെ അനീഷായിട്ടാണല്ലോ. അപ്പം അനീഷ് വിൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ വിഷമമുണ്ടോ? വിഷമമുണ്ട്. ബിക്കോസ് അനീഷ് ചേട്ടൻ നല്ല മനുഷ്യനായിരുന്നു. വിൻ ചെയ്താൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഐ വുഡ് ബി വെരി ഹാപ്പി ഫോർ ഹിം. പക്ഷേ ഐ തിങ്ക് ഹി വിൽ ബി വിന്നർ ഇൻ റിയൽ ലൈഫ്. ബിക്കോസ് ആൾക്കാരുടെ മനസ്സ് ലൈക്ക് എങ്ങനെ പറയാനാണ്, ഹീസ് വൺ എവറിബഡീസ് ഹാർട്ട് അല്ലേ. ഹൃദയം ജയിച്ചു. പിന്നെ ഹി ഡിസേർവ്സ് ഓൾ ദ പ്രൈസസ് ദാറ്റ് ഈസ് ഗെറ്റിംഗ്, യു നോ, സം ലൈക്ക് ദാറ്റ് he got 10 lakh. Oh yes, അത് ഭയങ്കര കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഭയങ്കര ഡിസേർവിംഗ് ഒരാളെ 10 ലക്ഷം കൊടുത്തു. And I'm very happy about that. ഞാൻ ആരെങ്കിലും ഈ ഷോ കാണുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും പാവപ്പെട്ടമാരെ നോക്കിയിട്ട് എന്തെങ്കിലും തന്നേക്കട്ടാ, കുഴപ്പമൊന്നുമില്ല. ഒരു 10 ലക്ഷം രൂപ വെറുതെ, 10 ലക്ഷം ഒരു 5,000 മതിയല്ലേ? നമ്മളും പാവം, നമ്മള് കോമണേഴ്സ് ആട്ടോ. അയ്യോ, ഈ ഗിഫ്റ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാ ചോദിച്ചാൽ, നിങ്ങൾക്ക് കുറെ ഗിഫ്റ്റ്സ് ഒക്കെ അല്ലാതെ കിട്ടി കാണൂലേ, ഫാൻസിന്റെ ഒക്കെ ഗിഫ്റ്റ്? അല്ല, ഫാൻസ് ഒക്കെ ഗിഫ്റ്റ് ഒക്കെ എന്തെങ്കിലും? അതെ. ഏറ്റവും നിങ്ങൾക്ക് രണ്ടാളും കൂടെ ഒന്നിച്ച് തന്ന ഒരു ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗിഫ്റ്റ്? ഒന്നിച്ചു ഇതുവരെ ഒന്നും കൊടുത്തില്ല. ഒന്നിച്ച് കൊട് ഒന്നിച്ച് തരാനായിട്ട് ഗിഫ്റ്റ് കൊടുക്ക്. അതെ. അപ്പൊ എന്തായാലും കുറെ പേര് ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് കുറെ ഗിഫ്റ്റ് ഒക്കെ അയച്ചു തരട്ടെ. നമ്മളിപ്പോ തമാശക്ക് പറഞ്ഞാലും കുറെ പേര് ചിലപ്പോ എങ്ങനെയായിരിക്കും ഇവരെ ഒന്ന് കണക്ട് ചെയ്യാന്നൊക്കെ കരുതിയിട്ടിരിക്കുകയായിരിക്കും. ഇപ്പൊ മെസ്സേജസ് ഒക്കെ ഒരുപാട് വരാറുണ്ടായിരിക്കുമല്ലോ. ആക്ച്വലി ഇമെയിലിലാണ് ബെറ്റർ. അത് DMs ചെക്ക് ചെയ്ത് റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. Also like his team is handling his Instagram, my team has my Instagram password, so not always ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇമെയിൽ ID ഉണ്ട്, അതിന്റെ ഇമെയിൽ വെച്ചോ ഞങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റും. ജിസേലിന് ഇപ്പം ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് കേരളത്തിലൊക്കെ കുറേയൊക്കെ ആയിട്ട് നിന്നിട്ട് ശേഷം ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ഞാൻ വെജിറ്റേറിയൻ ആണ്. അതെ. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം, എനിക്കെല്ലാം നമ്മുടെ സദ്യയാണ് ഇഷ്ടം. പിന്നെ എനിക്ക് കുറെ പപ്പടം വേണം. പപ്പടം കുറെ ഇഷ്ടം. പപ്പടം എല്ലാവരും ജിസേലിന്റെ കുക്കിങ്ങിനെ കുറിച്ചിട്ടൊക്കെ പറയാറുണ്ടല്ലോ. ജിസേലിന്റെ ഏറ്റവും അടിപൊളിയായിട്ട് ജിസേൽ കുക്ക് ചെയ്തിട്ടുള്ള കഴിച്ചത് ഹൗസിൽ വെച്ചിട്ട് ആലു പൊറോട്ട കൊടുത്താണ് ജിസേൽ എല്ലാവരെയും ഫ്രണ്ട്സ് ആക്കുന്നത്. അല്ല, ജിസേലിന്റെ ഒരു ഇപ്പൊ ഒരു ലവ് ഷോയിങ് രീതി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫുഡ് കൊടുക്കണതാണ് എനിക്ക്. പക്ഷെ ഞാൻ റിയൽ ലൈഫിലും അങ്ങനെയാണ്. നിങ്ങൾ എന്റെ വീട്ടിൽ വരുമ്പോൾ ലൈക്ക് ഇഫ് ഐ എം ഹോസ്റ്റിംഗ് എ പാർട്ടി ഫോർ യു, ഐ മേക്ക് ഷുവർ യു ഈറ്റിംഗ്. ലൈക്ക് ഐ ലൈക്ക് ടു ഫീഡ് പീപ്പിൾ, ബട്ട് ദാറ്റ് ഈസ് മീ. വീട്ടിൽ മയക്കാനൊന്നല്ല ചെയ്തത്, കഴിപ്പിക്കും. അത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ ഫുഡ്. പിന്നെ ഞാൻ എനിക്ക് വേണ്ടി വല്ലതും ഉണ്ടാക്കും, വല്ലവര് ചോദിച്ചാൽ ഐ ഹാവ് ടു ഗിവ് ദം. എനിക്ക് അങ്ങനെ ഗിൽറ്റ് ഫീൽ ആവും. വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഓൾറെഡി നല്ലൊരു പാട്ട് അനീഷിനൊക്കെ പാടിക്കൊടുത്തു. ആര്യന് വേണ്ടിയിട്ടൊന്നും പാടിക്കൊടുക്കുക നമ്മൾ കേട്ടിട്ടില്ല. ഒരു മലയാളം സോങ് ഫോർ ആര്യൻ. വേണമെങ്കിൽ നീ കണ്ണു മുമ്പ് പാടിക്കോ, ഞാൻ യെസ് എന്ന് റിപ്ലൈ ചെയ്യാം. അനീഷ് ഇപ്പോൾ നോ അല്ല റിപ്ലൈ ചെയ്യണം. അതെ. No, for him I have to have a special song. Okay. മഞ്ഞക്കിളിയുടെ മഞ്ഞക്കിളിയുടെ മൂളി പാട്ടുണ്ട്. പാടിക്കോ. അത് ഒരു ലൈൻ അറിയത്തുള്ളൂ. അടിപൊളി. വേറെ പാട്ട്.
I also like that കറുത്ത പെണ്ണെ okay. നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ട്. പക്ഷെ എനിക്ക് മൊത്തം എന്ത് കറുത്ത പെണ്ണേണോ പോയടാ ഇല്ലടാ ഇവൻ നല്ല നല്ല ഇതിലെ പാട്ട് പാടി നല്ല പാട്ട് പാടി. അത്ര പാട്ട് അറിയത്തില്ലെന്ന്. എന്നാ ഒരു മലയാളം പാട്ട് പോലും അറിയത്തില്ല കണ്ണാൻ തുമ്പി അല്ലാതെ? അറിയാം, പക്ഷെ ഇങ്ങനെ പറഞ്ഞ ആ പ്രേമന്റെ പാട്ട് ഏതായിരുന്നു? ഏതാ? മലരെ നിന്നെയോ? എനിക്ക് പാട്ടെല്ലാം മനസ്സിലുണ്ട്, പക്ഷെ അത് പറയാൻ അറിയത്തില്ല. അതെ, എന്നാ ആര്യനൊരു പാട്ട് പാടി കൊടുക്കും. ഒന്നും അറിയത്തില്ല, ഒന്നിച്ച് അയ്യേ, ഹിന്ദി പഠിക്കുന്ന ഹിന്ദി നിങ്ങൾ ഹിന്ദി പാട്ട് വേണ്ട. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ അല്ലേ? ഇവനാണ് പഠിപ്പിച്ചതല്ല ഇതൊക്കെ കൊറേ ആക്ഷൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ കാണാൻ പഠിപ്പിച്ചോ? ഇത് ഇങ്ങനെ ഇത് കണ്ടിട്ടില്ലേ? ഓ, ആര്യന് കൊറേ നമ്പേഴ്സ് ഒക്കെ അറിയാം. ഇനിയിപ്പോ പറയണം കേട്ടോ വെളിയിലോട്ട് ഇറങ്ങുമ്പം, ഇത്രയൊക്കെ കാര്യങ്ങളാണ് പുറത്ത് പറയേണ്ടത്, ഇതൊക്കെ പ്രൈവറ്റ് ആണ് എന്നൊക്കെ മനസ്സിൽ. അത് ഞാൻ ഇവര് അവിടെ കാണിച്ചു, അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളെ അവിടെ അങ്ങനെ പറയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആലപ്പുഴയുടെ മലയാളം പഠിപ്പിച്ചതാണ്. അടിപൊളി അടിപൊളി, കൊള്ളാം കൊള്ളാം, സൂപ്പർ. എന്റെ ഉമ്മയുടെ വീട് കായംകുളത്ത് ആലപ്പുഴ. നമ്മളിത് കേട്ടിട്ടുണ്ട്, ജിസേല് പറഞ്ഞപ്പോ ഞാൻ അറിഞ്ഞു അങ്ങനെ ആലപ്പുഴ പറയാറേ ഇല്ല. ചോദിക്കണം എന്താണ്, അതെനിക്കറിയാം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.